നമസ്തേ. സപ്തവർണ്ണ എന്ന ഖണ്ഡകാവ്യത്തിന്റെ മൂന്നാം ഭാഗത്തിലെ ഇതിവൃത്തം. കൊട്ടാരത്തിലെത്തിയ ചിത്രകാരനെ പരിചാരകർ ആദരപൂർവ്വം സ്വീകരിച്ച് രാജാവിന്റെ സമീപം ഇരുത്തുന്നു. തന്റെ മനോഗതം രാജാവ് ചിത്രകാരനെ അറിയിച്ചു. പക്ഷേ രാജാവിന്റെ അച്ഛനെ കൊന്ന ശത്രുവിന്റെ ചിത്രം വരയ്ക്കാനോ ജീവൻ കൊടുക്കാനോ തുനിയാത്തതിനാൽ രാജാവ് തന്റെ ഉടവാൾ കൊണ്ട് ചിത്രകാരന്റെ ശിരസ് ഛേദിക്കുന്നു. ഇനി നാലാം ഭാഗം കേൾക്കാം. അന്തിവിണ്ണിന്റെ വെലിക്കല്ലിൽ നീതെ അംശുമാലി തല വച്ചു, നിസ്സംഗതയോടെ ദൃസാക്ഷി ശൈലം നിശ്ചലം നോക്കി നിൽക്കുന്നു. അന്തിവിണ്ണിന്റെ വെലിക്കല്ലിൽ നീതെ അംശുമാലി തല വച്ചു, നിസ്സംഗതയോടെ ദൃസാക്ഷി ശൈലം നിശ്ചലം നോക്കി നിൽക്കുന്നു. കണ്ടം മുറിഞ്ഞു നിണം വാർന്നു വീഴും രംഗം കഴിഞ്ഞിടും നേരം, അന്ധകാരക്കൂടിയിട്ടു ചമഞ്ഞു നന്ദനിശീതിനി വന്നു. ശങ്കരൻ മൗലിയിൽ നിന്നെറിഞ്ഞ പോലമ്പിളിത്തല്ലു നഭസ്സിൽ, നക്ഷത്രാളിമാർ തൻ നടുവിൽ നിന്നു പുഞ്ചിരി പൊന്നുരുക്കുന്നു. തപ്തയായി പാതയിൽ ലക്ഷികൾ നട്ടു സപ്തവർണ്ണ പുല്ലം ചാരി, നിൽക്കവേ കയ്യിൽ മുളം തണ്ടിൽ തേനും നൽമുന്തിരിക്കുലയോടെ. ചിത്രകാരൻ വന്നവ തന്നിക്കേകി ഉത്തമാങ്കം ഉമ്മ വയ്ക്കേ, കണ്ണുനീർ വാർത്തുകൊണ്ടു ചഞ്ചലത്താൽ കൺമണി ചോദിച്ചിടുന്നു. നിന്നുടെ കണ്ഠത്തിലെങ്ങനെ വന്നു ചെന്നിണപ്പാടുകൾ ചൊല്ലു, മന്നനെ കണ്ടു മടങ്ങവേ കാട്ടിനുള്ളിൽ നിന്നെ തിന്നുവാനായി ക്രൂരമൃഗം വല്ലതും ചാടി വന്നു ധൈര്യമൂടെ നീ മല്ലിട്ടു. ആതങ്കമാനസേ കേഴാതിരിക്കൂ, ഓതിടാം സംഭവമെല്ലാം. മന്നവന്റെ താതശത്രുവിൻ ചിത്രം തെല്ലും വരയ്ക്കാത്തതിനാൽ, കണ്ടം മുറിച്ചെന്നത്തുണ്ടാക്കി ദൂരെ കുന്നിൻ ചരിവിലെറിഞ്ഞു. സപ്തവർണ്ണ തൻമിഴികൾ തുളുമ്പവേ ചിത്രകാരൻ മെല്ലെ ചൊന്നു, ഇണ്ടൽ വേണ്ട ഭഗിനി, എന്റെ പ്രാണൻ കൊണ്ടുപോകാൻ കഴിയില്ല. അത്ഭുതം കൂറേണ്ട ചൊല്ലിടാം ഞാനീ ഉത്ഭവ സിദ്ധി രഹസ്യം. പണ്ടു ഞാൻ എന്നുടെ രണ്ടാം ദശയിൽ കൊണ്ട കൊടിയ തപസ്സാൽ മൃത്യുജ്ഞയൻ വരം തന്നല്ലോ ജീവ ചിത്രം വരയ്ക്കുന്ന സിദ്ധി. എൻ വലം ഹസ്തപ്പെരുവിരലിൽ അന്നൻ ചേതന കുടികൊണ്ടു, അങ്കുലി ഛേദിച്ച ലക്ഷണം തന്നെ മൃത്യു എന്നെ പുണർന്നിടും. എൻ സിദ്ധി വൈഭവം നിന്നോടു മാത്രം ഉച്ചരിച്ചിട്ടുള്ളു മുഗ്ധേ. അന്തരാത്മാവിൽ നീ എന്നുമീ സത്യം ഭദ്രമായി സൂക്ഷിക്ക വേണം. എന്നും എനിക്കൊരു നൽതണലായി പൊന്നു മകളെ നീ മാത്രം, ശാശ്വതമായി നിനക്കാശ്രയമാകാൻ ഈശ്വരൻ സാക്ഷി ഞാൻ മാത്രം. ഏകാഗ്രചിത്തത്തെ കൈക്കൊള്ളുവാനായി 7.5 നാഴിക ധ്യാനം ചെയ്യുവാൻ ഞാൻ ആ ഗുഹയ്ക്കുള്ളിൽ ഇപ്പോൾ ചെല്ലുകയാണു പവിത്രേ. ആനന്ദമോടൊഴുകും ജീവനത്തിൽ സ്നാനം കഴിച്ചു കരേറി, ചിത്രകാരൻ ചെറുകുന്നു കടന്നു ഗഹ്വരത്തിനുള്ളിൽ ചെന്നു. സപ്തവർണ്ണ വാഗച്ചോട്ടിൽ ഇരുന്നു മുത്തിക്കുടിച്ചു മരന്തം, സ്വാതിക്കനികൾ ഓരോന്നായിറുത്തു സാമോദമോടെ നുണഞ്ഞു. മാമല മേലയാകാശപ്പരപ്പിൽ മേളിപ്പു കൃഷ്ണമേഘങ്ങൾ, പെട്ടെന്നൊരു ചുഴിത്തെന്നൽ വികജം തട്ടിക്കുലുക്കി കടക്കെ. മാണിക്യമുത്തിതളൂലും പ്രസൂന മാരി നെയ്യുന്ന വിരിപ്പിൽ, കേശമഴിച്ചു കിടന്നു അബല വേശുന്ന പ്രാക്കളെ നോക്കി. എത്തിടുന്നു സൈന്ധവമേറിയപ്പോൾ ഗർവനാം രാജാധിരാജൻ, ഭീതക്കുളമ്പടി കേട്ടു ദ്രുതത്തിൽ ഭീതിയാൽ വാമായണീറ്റു. നാഗത്തളകൾ പതിഞ്ഞു കിടക്കും പാദം വിറച്ചവൾ നിന്നു, പൊട്ടിച്ചിരിച്ചു പറയുന്നു മന്നൻ
പെണ്ണെ നീ പേടിക്ക വേണ്ട, നിന്നാലൊരു കൃത്യം ചെയ്യിക്കുവാനായി വന്നതാണു ഞാൻ സുഭഗി. സാമസുന്ദരി നീ ഈ പ്രദേശത്ത് താമസിക്കേണ്ടവളല്ല, പത്നി പദം നൽകി നിന്നെ ഞാൻ എൻ്റെ സ്വന്തമാക്കാനായി കൊതിപ്പു. അന്തഃപുരത്തിൽ മഹാറാണിയായി തങ്കത്തിടമ്പെ നീ വാഴും, മറ്റൊരു ദേവത മണ്ണിൽ പിറന്ന മട്ടിൽ മഞ്ഞച്ചേലയാലേ കൊങ്ക മറച്ചു നഖം കടിച്ചു പൊൻവിഗ്രഹം പോലവൾ നിന്നു. നിന്നെ ഞാൻ കൊണ്ടുപോകാൻ ചിത്രകാരൻ സമ്മതം മൂളുകയില്ല. ലക്ഷ്മി ദേവി നിനക്കായി നൽകിടൂമി നന്മ തട്ടിയവൻ മാറ്റും, പാരിൽ ഒരു കോണിലും അവൻ മൂലം പാർക്കുവാൻ പാടില്ല ഭദ്രേ. കേവലമാമൊരാത്മാവല്ലവനിൽ കാമിനി നീ അറിയണം, ശീർഷത്തിലോ മാറിലോ അല്ലവന്റെ ജീവതാളസ്പന്ദനങ്ങൾ. അൻപോടുകൂടി ചിത്രകാരനെ മൽത്തമ്പുരാട്ടി കൊന്നിടേണം, മൂവന്തിയിൽ നാളെ കൊട്ടാരദ്വാരെ ആതിരെ നിന്നെ ഞാൻ കാക്കും. വെട്ടിത്തിളങ്ങുന്ന കത്തിയെടുത്തു വൃക്ഷത്തിൽ കൃത്തിലായി കുത്തി, ഗൂഢസ്മിതം തൂകി നാരിതൻ തോളിൽ വാണിയാലൊട്ടു തലോടി. പോകുന്നു ആകാശ തൽപ്പത്തിലേറി പാർത്ഥിവൻ കൊട്ടാര വീട്ടിൽ. കൊമ്പിലിരിക്കും കപോതങ്ങൾ തമ്മിൽ കൊക്കുകൾ ചേർത്തുരുമുന്നു, കൊമ്പിലിരിക്കും കപോതങ്ങൾ തമ്മിൽ കൊക്കുകൾ ചേർത്തുരുമുന്നു. മൂകയായി സപ്തവർണ്ണ ഏതോ സ്വപ്ന ലോകത്തു സഞ്ചരിക്കുന്നു. മൂർച്ചയേറും കഠാരയവൾ ശീഘ്രം ഈർച്ചയാലൂരിയെടുത്തു, സ്വപ്നാടക പോലെ കുന്നു കയറി കന്തരത്തിൽ അവൾ പോയി. ഒക്കത്തു തണ്ണീർ കുടവുമായി നിന്ന അപ്രക്കിടാത്തികൾ തേങ്ങി, ഒക്കത്തു തണ്ണീർ കുടവുമായി നിന്ന അപ്രക്കിടാത്തികൾ തേങ്ങി. വിണ്ണിൽ ഒരു ചുറ്റുവാളു മിന്നുന്നു, ക്ഷിപ്രം ഇടി മുഴങ്ങുന്നു, വാഗതൻ ശാഖികൾ കത്തി വീഴുന്നു, പാറിടുന്നു ഇനപ്രാക്കൾ. വാഗതൻ ശാഖികൾ കത്തി വീഴുന്നു, പാറിടുന്നു ഇണപ്രാക്കൾ.